ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഞാനിപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾ ഗൗരവത്തിലെടുക്കുകയും അത് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യണം. ജനുവരി 11 ശ്രീനഗർ ടു ഡൽഹിയിലേക്കുള്ള വഴിയിൽ വെച്ച് കശ്മീരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ ദവീന്ദർ സിംഗിനെയും കൂടെ തീവ്രവാദികളെയും പിടികൂടുന്നത്. പോലീസ് അവരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ഉടൻ തന്നെ പോലീസിന്റെ ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നു. അതിലവർ പറഞ്ഞത് 12 ലക്ഷം രൂപയ്ക്കാണ് കശ്മീരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ ദവീന്ദർ സിംഗ് ഈ തീവ്രവാദികളുടെ കൂടെ കൂടിയതും അവരെ ഡൽഹിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതും. രണ്ടാമത് അവർ പറഞ്ഞു, ഈ തീവ്രവാദികളുടെ ലക്ഷ്യം ഡൽഹിയിൽ ഒരു ആക്രമണം ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഡൽഹിയിൽ ഒന്ന് പൊട്ടിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഈ രണ്ട് വാദത്തെയും നമുക്കൊന്ന് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്താൽ എന്തേ? കാരണം ഇവർ പറയുന്നത് അപ്പടി വിഴുങ്ങാൻ നമ്മൾ രാജ്യത്തെ കപട രാജ്യസ്നേഹികളല്ല. ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് കാര്യങ്ങളെ തിരിച്ചറിയുന്നവരാണ് നമ്മൾ കേരളീയർ. അതുകൊണ്ട് തന്നെ വ്യക്തമാക്കി പറഞ്ഞു തരാം, ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ പോലീസ് പിടികൂടിയ ഈ തീവ്രവാദികളുണ്ടല്ലോ, ഇവർക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ഇവരെ പിടികൂടിയാൽ 20 ലക്ഷം രൂപ ഇന്ത്യൻ ഗവൺമെന്റ് നൽകും. അത് അറിയാത്ത ഒരാളല്ലല്ലോ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്. ഇവരെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രാജ്യസ്നേഹിയുമാകാം. 20 ലക്ഷം രൂപ നമ്മുടെ രാജ്യത്തിൽ നിന്ന് തന്നെ, രാജ്യത്തിന്റെ ഗവൺമെന്റിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ 12 ലക്ഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ കളിക്ക് കൂട്ടുനിൽക്കുമോ? രണ്ടാമത്തെ വിഷയം, ഡൽഹിയിൽ ഒരു ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു എന്നാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ അത് നിങ്ങൾ പറഞ്ഞ രീതിയിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഇപ്പോൾ ഒരു ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടത്? ഒന്ന്, ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ്. 2, രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധം പൗരത്വ ഭേദഗതി നിയമം. ആ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കത്തിജ്വലിക്കുന്ന ഡൽഹി. ഇവിടെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷി. ദേശീയതയെ ഉയർത്തിക്കാണിക്കാൻ BJPക്ക് ഇതിലും നല്ല അവസരമില്ല. ഡൽഹിയിൽ ആരാണ് ഭരണം പിടിക്കാൻ പെടാപ്പാടുപെടുന്നത്? ആരാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്? അപ്പോൾ ഈ സമയം ഡൽഹിയിൽ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ആർക്കാണ് നേട്ടം? ഒരു വെടിക്ക് 2 പക്ഷി. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഈ ദവീന്ദർ സിംഗ്, കശ്മീരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, തീവ്രവാദികളുടെ കൂടെ പിടികൂടിയ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെയാണ് ഇദ്ദേഹത്തിന്റെ വീട് പണിയുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? വീട് എന്ന് പറയാൻ പറ്റില്ല, മണിമാളിക, കൊട്ടാരം. കശ്മീരിലെ ഏറ്റവും സുരക്ഷാ മേഖലയായ, ശ്രീനഗറിലെ ഏറ്റവും സുരക്ഷാ മേഖലയായ 15ാം കോറിലെ ഹെഡ് ക്വാർട്ടേഴ്സിന് സമീപമാണ് ഇദ്ദേഹം വീട് പണിയുന്നുള്ളത്, കൊട്ടാരം പണിയുന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ വീടിന്റെ മതിലിന് തൊട്ടപ്പുറത്താണ് ഒരു ഈച്ച പോലും പറന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്ന ശ്രീനഗറിലെ 15ാം കോറിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അവിടെയാണ് കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നത്. സൈനികർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷാ കാര്യങ്ങളും എങ്ങനെ ഒരുക്കി കൊടുക്കണമെന്ന് ചർച്ച ചെയ്യുന്നതും ഈ 15ാം കോറിലാണ്. ഈ 15ാം കോറിന്റെ സമീപത്താണ് ദവീന്ദർ സിംഗിന്റെ വീടുള്ളത്. ഈ വീട്ടിൽ നിന്നാണ് ശ്രീനഗറിലെ ഏറ്റവും സുപ്രധാന മേഖലയായിട്ടുള്ള സൈനിക താവളങ്ങളുടെ രേഖകൾ പോലീസിന് ലഭിച്ചത്. എവിടെ നിന്നാണ്? ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചു ശ്രീനഗറിലെ ഏറ്റവും സുരക്ഷാ മേഖലയായിട്ടുള്ള സൈനിക താവളങ്ങളുടെ മാപ്പുകൾ. ഇദ്ദേഹത്തിന്റെ വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇപ്പോൾ ഇദ്ദേഹം പണിയുന്ന വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഏറ്റവും സുരക്ഷാ മേഖലയ്ക്ക് സമീപമാണ്.
2013 അഫ്സൽ ഗുരു പരാമർശിച്ച ഒരു ഉദ്യോഗസ്ഥന് ഇത്രയും വലിയ ഒരു സുരക്ഷാ മേഖലക്കടുത്ത് വീട് പണിയാനുള്ള അനുമതി നൽകിയതാര്? അല്ലെങ്കിൽ അദ്ദേഹം വീട് നിർമ്മിക്കുന്ന വിവരം ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടും അറിയാതെ നിന്നതാണോ? മറ്റൊരു ചോദ്യം, ഈ രേഖകളൊക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടികൂടി. ഇനി BJP-ക്കാർ പറയുന്ന ഒരു വാദത്തിലേക്ക് പോകാൻ, ഞങ്ങളല്ല ദവീന്ദർ സിംഗിന് പോലീസ് മെഡൽ നൽകിയത്. 2018 ഓഗസ്റ്റ് 15-നാണ് ദവീന്ദർ സിംഗിന് പോലീസ് മെഡൽ രാഷ്ട്രപതി നൽകുന്നത്. ഈ 2018 ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ ആ സമയം കശ്മീർ ഗവർണറുടെ കയ്യിലാണ്. എൻ്റെ ശ്രദ്ധ ശരിയാണെങ്കിൽ 2018 ജൂണിലാണ് മെഹബൂബ മുഫ്തി കശ്മീരിൽ രാജിവെക്കുന്നത്. അതായത് PDP-യും BJP-യും തമ്മിലുള്ള സഖ്യം വേർപിരിയുന്നത്. തുടർന്നാണ് 2018 ജൂണിന് ശേഷമാണ് അവിടെ ഗവർണർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ കേന്ദ്രത്തിന്റെ കയ്യിൽ ഭരണമുണ്ടായ സമയത്ത്, അതായത് ഗവർണറുടെ കയ്യിൽ ഭരണമുണ്ടായ സമയത്താണ് ഇദ്ദേഹത്തിന് പോലീസ് മെഡൽ ലഭിക്കുന്നത്. ഇത് പറഞ്ഞത് BJP-ക്കാർ പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങളും അദ്ദേഹം തമ്മിൽ ഒരു ബന്ധവുമില്ല, അദ്ദേഹത്തിന് മെഡൽ നൽകിയതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് തെളിയിച്ചു തന്നതാണ്. ഈ വസ്തുതകളെ നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കശ്മീരിൽ ഇങ്ങനെയൊരു സംഭവം, ഇത്രത്തോളം വലിയ ഒരു ആപത്ത് അവിടെയുണ്ട് എന്ന് ചിലർ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അവർ നിശബ്ദമായത് എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഡൽഹിയിൽ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. എപ്പോഴാണ് രാജ്യത്ത് പുൽവാമ ഭീകരാക്രമണം ഉണ്ടായത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കുറച്ച് മുൻപാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഏകീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചിത്രം മനസ്സിനകത്ത് വരും. ആ ചിത്രം മനസ്സിനകത്ത് സൂക്ഷിക്കുക. തീർച്ചയായും കരുതലോടെ വളരെ നല്ല രീതിയിൽ ജനാധിപത്യത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇത്തരത്തിലുള്ള കപട രാജ്യസ്നേഹികളെ നമ്മൾ തിരിച്ചറിയുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.